മേഘങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ചാലിയാർ പുഴ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കാഴ്ച കണ്ടാൽ ബ്രസീലിലെ ആമസോൺ കാടിലൂടെ ഒഴുകുന്ന ആമസോൺ നദിയെപ്പോലെ തോന്നിപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ. അതുകൊണ്ട് നാട്ടുകാർ തന്നെ ഈ സ്ഥലത്തിനൊരു പേരിട്ടു, ആമസോൺ വ്യൂ പോയിന്റ്. അവിടെ നിന്നുമുള്ള സൂര്യോദയം അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. സൂര്യോദയം കാണണമെന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ അതിരാവിലെ തന്നെ അവിടെ എത്തി. ഇരുട്ടാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വല്ലാത്ത രസമാണ്. അല്പം സമയം സൂര്യോദയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായി. വൈകാതെ മഞ്ഞ് പുതച്ചു കിടക്കുന്ന പ്രകൃതിയിൽ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ മെല്ലെ പുറത്തേക്ക്. പിന്നെ ചുറ്റുമുള്ള കാഴ്ചകൾ അതൊരു അനുഭവം തന്നെയാണ്. രണ്ട് വ്യൂ പോയിന്റുകളാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലാണ് ആദ്യം പോയത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം താഴെയുള്ള വ്യൂ പോയിന്റിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോഴേക്കും സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പച്ച പുതച്ചു നിൽക്കുന്ന കുന്നുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴയുടെ കാഴ്ച വിവരണാതീതമാണ്. മറുവശത്തേക്ക് നോക്കിയപ്പോൾ ഒരു പുതപ്പ് പോലെ മലകളെ മൂടി നിൽക്കുന്ന മേഘം. അതിമനോഹരമായ കാഴ്ചയാണ് പ്രകൃതി ഇവിടെ സഞ്ചാരികൾക്കായി സമ്മാനിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എടവണ്ണ കിഴക്കേ ചാത്തല്ലൂരിലെ മൂന്നുകല്ല് മലയിലാണ് ആമസോൺ വ്യൂ പോയിന്റ്. കോവിഡ് കാലത്തിന് മുൻപ് ആളുകൾ അധികവും റബ്ബർ വെട്ടാനും കൃഷി ചെയ്യാനുമൊക്കെയായിരുന്നു ഇവിടേക്ക് വന്നിരുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് ആരോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഈ മനോഹരമായ സ്ഥലത്തെ പുറം ലോകത്തിന് കാണിച്ചു തന്നത്. എടവണ്ണ ഭാഗത്തു നിന്നും അരീക്കോട് ഭാഗത്തു നിന്നും എത്തുന്നവർക്ക് ഒതായി അങ്ങാടിയിൽ നിന്നും കിഴക്കേ ചാത്തല്ലൂരിലെത്താം. അവിടെ നിന്നും ചെരപ്പറമ്പിൽ വലത്തോട്ടുള്ള സ്വകാര്യ റബ്ബർ തോട്ടത്തിനിടയിലൂടെയുള്ള കോൺക്രീറ്റ് റോഡിലൂടെ ഏകദേശം 1.5 കിലോമീറ്റർ പോയാൽ മലമുകളിലെത്താം. വ്യൂ പോയിന്റിൻ്റെ അടുത്ത് വരെ വാഹനങ്ങൾ പോകുമെങ്കിലും കാറിലുള്ള യാത്ര സാധിക്കില്ല. വ്യൂ പോയിന്റ് വരെയുള്ള യാത്രയും തിരിച്ചിറക്കവും വലിയ അപകടം നിറഞ്ഞതല്ല. എന്നാൽ വ്യൂ പോയിന്റ് ഭീകരമായ അപകട സാധ്യതയുള്ള ഒന്നാണ്. കാഴ്ചകൾ കാണാൻ നിൽക്കുന്ന പാറയിൽ നിന്നും ഒന്ന് കാൽ തെറ്റിയാൽ ഏകദേശം 300 അടിയിലധികം താഴ്ചയുള്ള കൊക്കയിലേക്കാണ് വീഴുക. അതിനാൽ തന്നെ വളരെയധികം സൂക്ഷിച്ചു വേണം കാഴ്ചകൾ കാണാൻ. അതുപോലെ പ്രകൃതി ഒരുക്കിയ ഈ മനോഹര കാഴ്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളിട്ട് നശിപ്പിക്കാതെ ഇത് എന്നും നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് നടക്കാൻ തുടങ്ങി. പോയത് അതിരാവിലെ ആയതിനാൽ പോകുന്ന വഴിയിലെ കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. ആ കാഴ്ചകളൊക്കെ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ കാണാം. ചെറിയൊരു കാട്ടിലൂടെ വേണം നടക്കാൻ. കുത്തനെയുള്ള ഇറക്കമാണ്. സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ. പിന്നെ എത്തുന്നത് ഒരു മനോഹരമായ പുൽമേട്ടിലാണ്. ഒരാൾക്കൊപ്പമുള്ള ഈ പുൽമേട്ടിലൂടെ നടന്ന് താഴേക്ക്. താഴെ ഒരു ചായക്കട സഞ്ചാരികളെ പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ട്. നടന്നിറങ്ങിയ ക്ഷീണം മാറ്റാൻ ഒരു സർബത്ത് കുടിച്ച ശേഷം ഞങ്ങൾ തിരികെ യാത്ര തുടർന്നു.